കോഴിക്കോട് നഗരത്തിൽ അപകടമുണ്ടായാൽ രക്ഷകരാകാൻ ഇനി ബീച്ച് ഫയർ സ്റ്റേഷനില്ല. ഉദ്യോഗസ്ഥരെയും ഫയർ എഞ്ചിനുകളും മീഞ്ചന്ത സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്റ്റേഡിയം കെട്ടിടത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കാനുള്ള കോർപ്പറേഷൻ തീരുമാനം നടപ്പാക്കാത്തതോടെയാണ് ഈ മാറ്റം. കോഴിക്കോട് നഗരമധ്യത്തിൽ ഒരു തീപിടുത്തമോ അപകടമോ അത്യാഹിതമോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇനി ഉണ്ടായാൽ ഓടിയെത്താൻ ബീച്ച് ഫയർ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരോ എഞ്ചിനുകളോ ഇല്ല. ഇവിടെ നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായും മീഞ്ചന്ത ഫയർ സ്റ്റേഷനിലേക്കാണ് മാറ്റിയത്. മീഞ്ചന്തയും വെള്ളിമാടുകുന്നുമാണ് അടുത്തുള്ള ഫയർ സ്റ്റേഷനുകൾ. ഇവിടെ നിന്ന് നഗരത്തിലേക്ക് ഓടിയെത്തി വേണം രക്ഷാപ്രവർത്തനം. ഫയർ സ്റ്റേഷന് EMS സ്റ്റേഡിയം കെട്ടിടത്തിൽ താൽക്കാലിക സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ. എന്നാൽ അന്തിമഘട്ടത്തിൽ പാളി. ഇവിടെ ഫുട്ബോൾ മത്സരങ്ങൾ വരികയാണ്, അതുകൊണ്ട് അവിടെ സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് KFA പറഞ്ഞു. ഇവിടെ ഒരു മത്സരം നടന്നിട്ടില്ല. ആ ബൈക്ക് ക്രോസ് റാലിയോട് കൂടി ഇവിടെ ഫുട്ബോൾ മത്സരങ്ങളൊന്നും നടക്കാത്ത സാഹചര്യമാണ്. ഗ്രൗണ്ട് താറുമാറായി കിടക്കുകയാണ്. അപ്പോൾ ആ സ്റ്റേഡിയം KFA വിറ്റ് കാശാക്കുന്നതിന് പകരം ആ സ്റ്റേഡിയം കോർപ്പറേഷൻ തിരിച്ചുപിടിച്ച് ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യത്തിനല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത്. ബീച്ച് ഫയർ സ്റ്റേഷൻ കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2023 പൂട്ട് വീണത്. പിന്നീട് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലാണ് പ്രവർത്തിച്ചു വന്നത്. നേരത്തെ 60 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നിടത്ത് അവസാനമുണ്ടായിരുന്നത് 20 പേർ. ബാക്കിയുള്ളവരെ സമീപ സ്റ്റേഷനുകളിലേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു. മീഞ്ചന്തയിൽ നിന്നോ വെള്ളിമാടിൽ നിന്നോ എഞ്ചിൻ എത്തണം. ഈ നഗരത്തിലെ ഗതാഗത കുരുക്ക് മറികടന്നുകൊണ്ട് ഫയർ എഞ്ചിനിൽ ഓടിയെത്താനുള്ള സമയവും കാര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ചിലപ്പോൾ പല ജീവനുകളും നമുക്ക് രക്ഷപ്പെടുത്താൻ മണിക്കൂറുകൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നഗരത്തിൽ അടുത്തിടെയുണ്ടായ വൻ തീപിടുത്തങ്ങളുടെ ഞെട്ടൽ ആർക്കും മാറിയിട്ടില്ല. 2 വസ്ത്രാലയങ്ങൾക്ക് തീപിടിച്ച് കോടികളുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. ഈ സമയങ്ങളിലെല്ലാം ബീച്ച് ഫയർ സ്റ്റേഷന്റെ ഗതികെട്ട അവസ്ഥ വലിയ ചർച്ചയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.